ഹലോ ഓൾ, എല്ലാവർക്കും ട്രിക്ടേണിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സാവിയോണ. നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ വൺ ഓഫ് ദ ബേസിക് കോൺസെപ്റ്റ്സ് ആയ ടെൻസ് പഠിക്കാനായിട്ട് പോവാണ്. ഒത്തിരി അധികം ആൾക്കാർക്ക് ഈ ടെൻസ് എന്തോ ഭയങ്കര വലിയ സംഭവമായിട്ടാണ് കണക്കാക്കി വെച്ചേക്കുന്നത്. കാര്യം എന്താ അറിയോ, അതിനകത്ത് ഇസ്, വാസ്, വേർ, ഹാവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എവിടെ, ഇതൊക്കെ എങ്ങനെ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാരണം അവർക്ക് ടെൻസ് ഭയങ്കര ടഫാണ് എന്നുള്ള ഒരു അഭിപ്രായമുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പറയത്തില്ല ഒരു നാക്ക് അല്ലെങ്കിൽ ഒരു ട്രിക്ക് നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ടെൻസ് ഭയങ്കര പുഷ്പം പോലെ നമുക്ക് ഓരോ ചോദ്യങ്ങളും ഉത്തരം എഴുതാൻ സാധിക്കും. ഓരോ ടെൻസ് ഇതൊക്കെ ഇവിടെ വരും എന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ കഴിയുന്ന ഒരു സിമ്പിൾ ടോപ്പിക്കാണ് ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും റെഡി അല്ലേ ടെൻസ് പഠിക്കാൻ? അപ്പൊ ടെൻസ് പഠിച്ചാലോ? ടെൻസ് പഠിക്കുന്നതിന് മുൻപ്, അതായത് ഈ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, കണ്ടിന്യൂസ്, സിമ്പിൾ, പെർഫെക്റ്റ്, അത്രയൊന്നും വേണ്ട, എല്ലാം സിമ്പിളാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വെർബിന്റെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വേർബിന്റെ എന്ന് പറഞ്ഞപ്പോ ഒരു സെന്റൻസിനകത്തെ ഈ വേർബാണ് തീരുമാനിക്കുക ഇത് പ്രസന്റ് ആണോ, ഇത് പാസ്റ്റ് ആണോ, ഇത് ഫ്യൂച്ചർ ആണോ എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ആള് വേർബാണ്, അത് മറക്കരുത്. അപ്പൊ വേർബിന്റെ V1, V2, V3 ഇതാണ് ബേസിക് ആയിട്ടുള്ള ഫോംസ് അല്ലേ. അതിൻ്റെ കൂടെ V4, V5 ജസ്റ്റ് ഒരു ഗുമ്മിന് നമ്മളൊന്ന് പഠിച്ചു വെക്കുക. അതിൻ്റെ കൂടെ ഓക്സിലറി വേർബും കൂടെ നമ്മൾ നോക്കാൻ പോവാണ്. ഈ രണ്ടു പേരും, ഈ V1, V2, V3, V4, V5 ഇത്രയും 5 പേരും ഇവരൊരു ടീം. ഈ ഓക്സിലറി വേർബും നമ്മൾ പഠിക്കാൻ പോവാണ്. ജസ്റ്റ് കുഞ്ഞ് ബേസിക് ആയിട്ടുള്ള കാര്യം, എന്നിട്ട് നമുക്ക് ടെൻസിലോട്ട് പോവാം. V1, V2, V3, V4, V5 എന്ന് പറയുന്നത് ഒരു വെർബിന്റെ, ഫോർ എക്സാമ്പിൾ ഗോ എന്ന് പറയുന്ന ഒരു ബേസിക് ഫോമിന്റെ സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള ഒരു നടന്ന ഒരു പാസ്റ്റ്, അതിനെ നമ്മൾ V2 ഫോം ആയിട്ടായിരിക്കും പറയാ. നോക്കിയോ, ഗോയിന്റെ V2 എന്ന് പറയുന്നത് വെന്റ് ആണ്. അതിന്റെ V3യോ പാസ്റ്റിന്റെയും പാസ്റ്റ്. ഓക്കെ, പാസ്റ്റിന്റെയും പാസ്റ്റ്, അതായത് നമ്മൾ ഗോൺ എന്ന് പറയുന്നു. ഇനി V4ഉം V5ഉം ഈ ഗോയിങ്, ഈ ബേസിക് ആയിട്ടുള്ള ഈ ആൾക്ക് ഒരു ING ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ V4 എന്ന് പറയുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള ഒരാൾക്ക് S or ES ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ V5 എന്ന് പറയുന്നത്. അപ്പൊ ഗോ ബേസ് ഫോം, V2 സിമ്പിൾ പാസ്റ്റ് അല്ലെങ്കിൽ തൊട്ടടുത്ത പാസ്റ്റ് എന്ന് നമുക്ക് വിചാരിക്കാം, അത് വെന്റ്. പാസ്റ്റിന്റെയും പാസ്റ്റ്, അത് V3 ഗോൺ. ഇനി ബേസിക് ഫോമിന് ഒരു ING ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് V4 കിട്ടുന്നു. S or ES ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് V5 കിട്ടുന്നു. ഇത്രയൊക്കെ അല്ലേ? അപ്പൊ ഞാൻ ഒരെണ്ണം കൂടെ പറയാം. ഈറ്റ്, ഈറ്റിന്റെ V2 നമ്മൾ പഠിക്കണം. 8 അങ്ങോട്ടും ഇങ്ങോട്ടും അക്ഷരങ്ങൾ മാറ്റിയിട്ടപ്പോൾ നമുക്ക് V2 കിട്ടി. പിന്നെ V3 ആണെങ്കിലോ E10 എന്ന് പറയുന്നു. ഇനി V4 എന്ത് ചെയ്യുന്നു? നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആൾക്ക് ING ഇട്ട് കൊടുക്കാണ്, ഈറ്റിംഗ്. അതേപോലെ S or ES ചേർക്കണം. ഇവിടെ ഈറ്റ്സിന്റെ കൂടെ ഒരു S മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ V1, V2, V3, V4, V5 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓക്സിലറി വേർബ്സ്? ഓക്സിലറി വേർബ്സിലൂടെ നമ്മൾ പോവാണെങ്കിൽ ഹെൽപ്പിംഗ് വേർബ് എന്ന് പറയും. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ വെർബിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല, കുറച്ച് ആൾക്കാരുടെ സഹായം വേണ്ടി വരും. അവരെയാണ് നമ്മൾ ഓക്സിലറി വെർബുകൾ എന്ന് വിളിക്കുക. ഓക്സിലറി വെർബുകൾ 3 തരത്തിലുള്ളത്: ബി ഫോംസ്, ഡു ഫോംസ് ആൻഡ് ഹാവ് ഫോംസ്. ഇങ്ങനെ 3 പേരാണ്. ഏതൊക്കെയാണ്? ബി ഫോം, ഡു ഫോം ആൻഡ് ഹാവ് ഫോംസ് ആണ് ഓക്സിലറി വേർബ് ഉള്ളത്. ഇത് പ്രൈമറി ഓക്സിലറീസ് ആണ്. ഓക്കെ, ബി ഫോമിനകത്ത് വരുന്ന ആൾക്കാരാണ് ഇസ്, ആർ, ആം, അതേപോലെ വാസും വേറും. ഇതൊക്കെ ബി ഫോമിനകത്ത് വരുന്ന ആൾക്കാരാണ്. ഇനി ഡു ഫോമിലോട്ട് വരുമ്പോൾ ഡു, അതേപോലെ ഡസ് ആൻഡ് ഡിഡ്. ഓക്കെ, ആൻഡ് ഹാവ് ഫോമിൽ വരുമ്പോൾ ഹാസ് ഉണ്ട്, ഹാവ് ഉണ്ട്, അതേപോലെ ഹാഡ് ഉണ്ട്. ഇത് സിംഗുലർ പ്ലൂറൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഓക്സിലറി വേർബ്സിനെ ഇട്ട് കൊടുക്കുക. ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ വളരെ ടെൻസിലോട്ട് കടക്കുന്നതിന് മുന്നേ വളരെ ബേസിക് ആയിട്ടുള്ള വെർബിന്റെ പല ഫോമുകളും ഓക്സിലറി വേർബ്, ഹെൽപ്പിംഗ് വേർബായ ഓക്സിലറി വേർബിൽ നമുക്ക് ആവശ്യമുള്ള പ്രൈമറി ഓക്സിലറി വേർബ്സിനെയും നമ്മൾ കണ്ടു. ഇനിയാണ് നമ്മുടെ ആശാന്റെ വരവ്, ടെൻസിന്റെ വരവ്. ഓക്കെ, റെഡി അല്ലേ നിങ്ങൾ? അപ്പൊ ആ ടെൻസ് നമുക്കറിയാം, ബേസിക് ആയിട്ട് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഈ 3 ടെൻസുകളാണുള്ളത് അല്ലെ.
പ്രസന്റ് ടെൻസ്. ഇപ്പോ എന്ത് നടക്കുന്നു, നമ്മൾ ടെൻസ് പഠിക്കുന്നു, അതാണ് നമ്മുടെ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസ് എന്താ, എന്തോ കഴിഞ്ഞു പോയ കാര്യം, വാട്ട് ഹാപ്പൻഡ്, കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചിട്ടാണ് പാസ്റ്റിൽ സംസാരിക്കുക. ഫ്യൂച്ചർ ആണെങ്കിലോ ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുക, അല്ലെ? അപ്പൊ ഈ 3 ബേസിക് ആയിട്ടുള്ള ടെൻസുകളാണ് നമുക്കുള്ളത്, പ്രസന്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇത്രയും ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവരുടെ അകത്ത് ഈ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, ഇവരുടെ അകത്ത് ഒരു 4 പേരുണ്ട്. ആരൊക്കെയെന്ന് ചോദിച്ചാൽ ആദ്യം വരുന്നു നമ്മുടെ വളരെ ലളിതനായ സിമ്പിൾ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. ഇനി കണ്ടിന്യൂസ്, അവൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരുത്തനാണ് നമ്മുടെ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓടി ഓടി നടക്കും. ആൻഡ് മൂന്നാമത്തത് പെർഫെക്റ്റ്, മിസ്റ്റർ പെർഫെക്റ്റ് ആണ് നമ്മുടെ മൂന്നാമത്തെ ആള്. നാലാമത്തത് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ പെർഫെക്റ്റിനെയും കണ്ടിന്യൂസിനെയും പിടിച്ച് അങ്ങ് ഒരുമിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നു പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ടെൻസ്. ഈ 4 പേരും പ്രസന്റിലാവട്ടെ, പാസ്റ്റിലാവട്ടെ, ഫ്യൂച്ചറിലാവട്ടെ, ഈ 4 പേരുമുണ്ട്. അപ്പൊ ടെൻസ് പഠിക്കുന്നതിന് മുന്നേ ഈ 4 പേരുടെയും പേര് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം തെറ്റിക്കാറുണ്ട്. സിമ്പിൾ കണ്ടിന്യൂസ് വരെ ഓക്കെ, പെർഫെക്റ്റ് സിമ്പിൾ ആണ്, പെർഫെക്റ്റ് ആണ്, സംശയമില്ലേ? അപ്പൊ 4 പേരുകൾ പഠിച്ചോ, സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 പേരുകളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഓരോന്നായിട്ട് നോക്കിയാലോ. ആദ്യം നമുക്ക് പ്രസന്റിൽ തന്നെ പോവാം. പ്രസന്റ്, ഇപ്പോ നടക്കുന്ന കാര്യം, അതിനെയാണ് നമ്മൾ പ്രസന്റ് വിളിക്കുക, അല്ലെ? അപ്പൊ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ 4 പേരുമുണ്ട്. ആൻഡ് സിമ്പിൾ പ്രസന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സംസാരിക്കുക നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഹാബിച്വൽ ആക്ഷൻസ് അല്ലെങ്കിൽ റെഗുലർ ആക്ഷൻസ്, അതിനെ പറ്റിയായിരിക്കും. അതേപോലെ യൂണിവേഴ്സൽ ട്രൂത്ത്, ജനറൽ ട്രൂത്ത്, അതുപോലുള്ള കാര്യങ്ങളായിരിക്കും. അതിനുശേഷം ഒരു ടൈം ടേബിൾ, ഒരു റൂട്ടീൻ, അത് തന്നെ ഞാൻ പറഞ്ഞ ഹാബിച്വൽ ആക്ഷൻസ്, അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹി ഗോസ് ടു ചർച്ച് എവറി ഡേ, റൂട്ടീനാണ്. ഹി ഗോസ് ടു ചർച്ച് എവറി ഡേ. ഓക്കെ, അതൊരു സിമ്പിൾ പ്രസന്റ് ആണ്. അതേപോലെ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, അല്ലെ? അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ പ്രസന്റില് സംസാരിക്കുക. അപ്പൊ ഇതിന്റെ ഈ സിമ്പിൾ പ്രസന്റിന്റെ കൂടെ ആര് വരുമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് വരുന്നു, അതിനുശേഷം നമ്മുടെ വെർബ് വരുന്നു, അതിനുശേഷം നമ്മുടെ ഒബ്ജക്റ്റ് വരുന്നു. അപ്പൊ ഇവിടെ ഈ വെർബിൽ വരുന്ന മാറ്റമാണല്ലോ ടെൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് മാറ്റം വരും എന്ന് ഞാൻ പറയാം. ഇവിടെ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ ആ വെർബ് അതേപോലെ V1 ഫോമിൽ തന്നെ നമ്മൾ എടുത്ത് എഴുതും. ഇതാ നോക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ ഹി ഗോസ് ടു ചർച്ച് എവറി ഡേ, ഹി ഗോസ് ടു ചർച്ച് എവറി ഡേ എന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പൊ ഇവിടെ എന്താ, ഗോയിന്റെ കൂടെ ഞാൻ ES ചേർത്തു. അതേതായിരുന്നു, V5 ഫോം. നമ്മൾ മറക്കരുത്, ഗോയിന്റെ V5 ഫോം നമ്മൾ ഇവിടെ ചേർത്തു. V4 അല്ല, V1ഓ V5ഓ നമുക്കിവിടെ ചേർക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ വളരെ സിമ്പിൾ ആണ്. വെർബിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും. ആൻഡ് ഈ വെർബിന് ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. അതുകൊണ്ട് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നു. അപ്പൊ ഈ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു വെക്കണം. എന്ത്, സബ്ജക്റ്റിന് ശേഷം വെർബിന്റെ കൂടെ എസ് ഓർ ഇഎസ് ചേർത്ത് എഴുതുകയാണ്. ഹി ഈറ്റ്സ് ആപ്പിൾ, ദേ ഈറ്റ് ആപ്പിൾ എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി സ്ട്രക്ചറിന്റെ കാര്യത്തിലാണ് ബുദ്ധിമുട്ടെങ്കിൽ ഈ സ്ട്രക്ചർ ഒക്കെ പഠിക്കാനുള്ള ഒരു കുഞ്ഞു ട്രിക്ക് ഞാൻ അവസാനം പറഞ്ഞു തരും. ഓക്കെ, ഇനി പ്രസന്റ് കണ്ടിന്യൂസിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പൊ നടക്കുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് സംസാരിക്കുക. ആൻ ആക്ഷൻ ഇൻ പ്രോഗ്രസ്. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്ത് പറയാ, ടെൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഇവിടെ സംസാരിക്കുന്നത്. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ഏതിലും ആവട്ടെ കണ്ടിന്യൂസ് മുതല് നമ്മുടെ വെർബിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാണ്. അപ്പം പ്രസന്റ് ആവട്ടെ, പാസ്റ്റ് ആവട്ടെ, ഫ്യൂച്ചർ ആവട്ടെ, കണ്ടിന്യൂസ് മുതലാണ് നമ്മുടെ ഓക്സിലറി വേർബ് വരാൻ തുടങ്ങുന്നത്. അത് വെർബിന് ശേഷമല്ല, വെർബിന് മുന്നേ വേണം എന്ത് എഴുതാൻ, ഓക്സിലറി വേർബിനെ എഴുതാൻ. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസിൽ ഓക്സിലറി ഫോംസ് എന്ന് പറയുന്നത് ബി ഫോംസ് ആണ്. ഏതാണ്? ബി ഫോംസ് ആണ്. അതായത് ഇസ്, ആർ ആൻഡ് ആം. ഇത്രയും പേരാണ് നമ്മുടെ പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഓക്സിലറി വേർബ്സ്.
അപ്പൊ നമ്മുടെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് വെർബ് എന്തായിരിക്കും? വെർബിന്റെ ING ഫോം ആയിരിക്കും. വെർബിന്റെ ING ഫോം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? സബ്ജക്റ്റിന് ശേഷം സിംഗുലർ ആണെങ്കിൽ ഇസ്, പ്ലൂറൽ ആണെങ്കിൽ ആറ്, ഐന്റെ കൂടെ ആം, പിന്നെ വെർബിന്റെ ING വരുന്നു. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഇവിടെ ഒരു കണ്ടിന്യൂസ് ആക്ഷൻ പറയാൻ ഉപയോഗിക്കുന്നു. അടുത്തത് പെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് കേൾക്കുമ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വെച്ചോണം, കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പെർഫെക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓക്കെ ഗുഡ് എന്നല്ലേ പറയത്തുള്ളൂ. കഴിഞ്ഞ കാര്യമാണെങ്കിൽ പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയുമല്ലോ, അങ്ങനെ ആലോചിച്ചാൽ മതി. കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാണ് ഏതൊരു ടെൻസിലും പെർഫെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ ഇവിടെ ആക്ഷൻ കംപ്ലീറ്റഡ് അറ്റ് ആൻ അൺസ്പെസിഫിക് ടൈം ബിഫോർ നൗ. ഞാനിപ്പോ പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പൊ അതെന്താ? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അതായത് ഈ ഒരു പ്രസന്റില് ഇപ്പൊ തൊട്ടടുത്ത് കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ആര് സംസാരിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് സംസാരിക്കുന്നത്. പെർഫെക്റ്റ് ടെൻസ് വരുമ്പോ നമ്മുടെ ഹാവിന്റെ വേർബ് ഫോംസ് വരിക. അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവ് വരുന്നു, പ്ലസ് വെർബിന്റെ V3 ഫോം അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഹാവ് അല്ലെങ്കിൽ ഹാസ്, സിംഗുലർ ആണെങ്കിൽ ഹാസ്, പ്ലൂറൽ ആണെങ്കിൽ ഹാവ്, വെർബിന്റെ V3 ആയിരിക്കും. അപ്പൊ മറക്കരുത്, നമ്മുടെ സിമ്പിളിനകത്ത് വെർബ് അതേപോലെ എടുത്തെഴുതും, അല്ലെങ്കിൽ എസ് ഓർ ES ചേർത്ത് എഴുതും. സിംഗുലർ ആണെങ്കിൽ എസ് അല്ലെങ്കിൽ ES ചേർത്ത് എഴുതുക. പ്ലൂറൽ ആണെങ്കിൽ ആ എസും ES ഒന്നും വേണ്ട. അതാ ഞാൻ പറഞ്ഞേ, ഹി ഗോസ് ടു ചർച്ച്, ദേ ഗോ ടു ചർച്ച്, അങ്ങനെ നമ്മൾ എഴുതുക. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുമ്പോഴോ V3 ആ യൂസ് ചെയ്യാം. V3 പെർഫെക്റ്റില് V3, കണ്ടിന്യൂസില് വിന്റെ ING. മാറിപ്പോകരുത്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കണം. ഇനി ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ആരെ? പെർഫെക്റ്റിനെയും കണ്ടിന്യൂസിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ഓക്കെ, പെർഫെക്റ്റിനെയും കണ്ടിന്യൂസിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന സമയത്ത് പെർഫെക്റ്റിന്റെ കുറച്ച് ആൾക്കാരെയും കണ്ടിന്യൂസിന്റെ കുറച്ച് ആൾക്കാരെയും എടുത്ത് കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, അപ്പൊ എന്താ? പെർഫെക്റ്റിലെ ഓക്സിലറി എടുക്കുക. അതായത് ഹാസ് അല്ലെങ്കിൽ ഹാവിനെ അങ്ങ് എടുക്കുക. ഹാസ് അല്ലെങ്കിൽ ഹാവിനെ അങ്ങ് എടുക്കുക. അതിനുശേഷം എന്ത് ചേർക്കണം? വെർബിന്റെ ING. അതാണ് നമ്മുടെ കണ്ടിന്യൂസിൽ നിന്ന് കിട്ടിയത്. വെർബിന്റെ ING ആണ് എന്താ? കണ്ടിന്യൂസിൽ നിന്ന് കിട്ടിയത്. അപ്പൊ രണ്ടുപേരെയും ഒരുമിപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് എന്ത് കിട്ടും? അവർക്കൊരു കുട്ടിയെ കിട്ടും. അതാണ് നമ്മുടെ ബീൻ എന്ന് പറയുന്നത്. മിസ്റ്റർ ബീൻ. ആ കൊച്ചിനെ അവരുടെ ഇടയിൽ തന്നെ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. സിംഗുലർ ആണെങ്കിൽ ഹാസ് ബീൻ വർക്കിംഗ്. പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ വർക്കിംഗ്. ഓക്കെ, അപ്പൊ എന്താ? പെർഫെക്റ്റിനെയും കണ്ടിന്യൂസിനെയും ഒരുമിപ്പിച്ചപ്പോ പെർഫെക്റ്റിന്റെ ഓക്സിലറി എടുത്തു, കണ്ടിന്യൂസിന്റെ വെർബിനെ എടുത്തു, അവർക്കൊരു കുട്ടി ഉണ്ടായി, അവനെ പിടിച്ച് ഇടയിൽ കിടത്ത ബീൻ എന്ന് പറയുന്ന ആള്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എന്താ? ഒരു സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു, അത് ഈ ഒരു പ്രസന്റിൽ കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതോടുകൂടി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പെർഫെക്റ്റ് അല്ല പ്രസന്റിനെ കുറിച്ച് പറഞ്ഞു വന്നു. ഈ ഒരു നിമിഷം പറഞ്ഞു കഴിഞ്ഞു. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ പഠിച്ചു വെക്കുക. പ്രസന്റ് ഓക്കെ അല്ലേ? സൂപ്പർ ആയിട്ട് പോയില്ലേ? അപ്പോ പാസ്റ്റിലോട്ട് പോകുമ്പോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഓക്കെ, ഇങ്ങനെ പഠിച്ചാൽ മതി. അപ്പൊ ഇതാണ് ആ ഒരു ട്രിക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി തുടങ്ങും. അപ്പൊ ഇതാണ് നമ്മുടെ പ്രസന്റിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നേരെ നമ്മൾ പോകുന്നു പാസ്റ്റിനെ കുറിച്ച് സംസാരിക്കാം. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ നമുക്ക് പറഞ്ഞില്ലേ പറ്റുള്ളൂ. ഈ പാസ്റ്റിനകത്തും സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ 4 പേരുമുണ്ട്. സിമ്പിളിനകത്ത് വരുമ്പോ പാസ്റ്റില് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ കുറിച്ച്, കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്, വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുക V2 ഫോം ആയിരിക്കും. എന്തായിരിക്കും? V2 ഫോം ആയിരിക്കും. V2 മറന്നുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇങ്ങോട്ട് കൊണ്ടുപോകാം. എന്താണ് V2 നോക്കുക, എന്നിട്ട് തിരിച്ച് വേഗം വരിക. ഓക്കെ, അപ്പൊ V2 ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ഈറ്റ് ആണെങ്കിൽ എയ്റ്റ് യൂസ് ചെയ്യും അല്ലെ? സിങ് ആണെങ്കിൽ സാങ് യൂസ് ചെയ്യും. അതേപോലെ ഗോ ആണെങ്കിൽ വെന്റ് യൂസ് ചെയ്യും. അങ്ങനെയുള്ള V2 ഫോം അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ സബ്ജക്റ്റ് എഴുതുന്നു, പ്ലസ് V2 ഫോം എഴുതുന്നു, അതിനുശേഷം ഒബ്ജക്റ്റ് എഴുതുന്നു. ഇതാണ് സിമ്പിളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. വെരി സിമ്പിൾ. ഇനി നമ്മുടെ കണ്ടിന്യൂസിലോട്ട് പോകുമ്പോ ആര് വരും? പറഞ്ഞേ. ഓക്സിലറി വെർബ്സ് അല്ലേ? അതെ, ഓക്സിലറി വെർബുകൾ വരുന്നു. ഓക്സിലറി വെർബ്സ് ഇവിടെ ആരൊക്കെയാ? വാസും വേറും. സിംഗിൾ ആണെങ്കിൽ വാസ്, പ്ലൂറൽ ആണെങ്കിൽ
വേർ. ഓക്കെ, അപ്പം വാസും വേറുമാണ് ഇവിടെയുള്ള ഓക്സിലറീസ്. പ്ലസ് ആരാണ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വെർബിന്റെ ing. ഓക്കെ, ഇവിടെ എന്താണ് പാസ്റ്റില് ഒരു സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം, എന്താ പാസ്റ്റില് ഇവിടം തൊട്ട് ഇവിടം വരെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോയ ഒരു കാര്യത്തെ കുറിച്ചാണ് സംസാരിക്കുക അല്ലേ? അതിനെയാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കൊണ്ട് പറയാം. പിന്നെ ഞാൻ പെർഫെക്റ്റ് പറഞ്ഞു, കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് സംസാരിക്കുക. പെർഫെക്റ്റ് കഴിഞ്ഞ തീർന്ന കാര്യത്തെ കുറിച്ച് സംസാരിക്കുക. അപ്പൊ പാസ്റ്റിൽ ഒരു ടൈമില് എന്താ ഒരു സംഭവം നടന്നു കഴിഞ്ഞു, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത്. എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ഉള്ള പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ഉള്ള പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് ഉള്ള പാസ്റ്റ് പഠിച്ചു വെക്കുക. എന്ത് ചെയ്യണം? ഹാഡ് പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസന്റിലായാലും പെർഫെക്റ്റില് V3 ഹാഡ് ഉള്ള പാസ്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് V3 വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വേർബ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. അപ്പൊ എക്സാമ്പിളും കൂടെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും. ഇപ്പൊ സ്ട്രക്ചേഴ്സ് ഒന്ന് നോക്കി പോവാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സ്ഥിരം, നേരത്തെ അതേ കഥ. എന്ത്? പാസ്റ്റിനെയും കണ്ടിന്യൂസിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്നു. പാസ്റ്റിൽ ഓക്സിലറി ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ആരാണ്? ഹാഡ് വന്നു. അങ്ങനെ അവരെ ഒരുമിപ്പിച്ചപ്പോൾ അവർക്ക് ഒരു കുട്ടി ഉണ്ടായി, മിസ്റ്റർ ബീൻ. ആൻഡ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വെർബിന്റെ ing. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ പ്രസന്റിലും ബീൻ പ്ലസ് ബീന്റെ ing ഉണ്ട്. ആ ഓക്സിലറിയിൽ മാത്രമേ മാറ്റുള്ളൂ. അവിടെ ഹാവ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹാസ് ആണെങ്കിൽ ഇവിടെ ഹാഡ്. കണ്ടോ, ഒരു ചെറിയൊരു ഇതൊക്കെ കിട്ടുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താണ്? പാസ്റ്റിൽ എന്തോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്ഷൻ നടന്നു, ആ ആക്ഷൻ ആ പാസ്റ്റിൽ തന്നെ കഴിയുന്നു. അതിനെയാണ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ്? പ്രസന്റ് കണ്ടു, പാസ്റ്റ് കണ്ടു, ഇനി ഫ്യൂച്ചർ, ഭാവി, ഭൂതം, വർത്തമാനം. ഫ്യൂച്ചർ കേൾക്കാൻ നിങ്ങൾ റെഡി അല്ലേ? ഫ്യൂച്ചർ ഇതാ പിടിച്ചു, സിമ്പിൾ ഫ്യൂച്ചർ. എപ്പോഴും ആലോചിക്കുക, ഫ്യൂച്ചറിന്റെ കൂടെ സബ്ജക്റ്റിന് ശേഷം അപ്പുറത്ത് പോയാ സബ്ജക്റ്റിന് ശേഷം നമുക്ക് എന്ത് കിട്ടുന്നു? വിൽ ഓർ ഷാൽ എഴുതണം. വിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? ഷാൽ എന്ന് പറയുന്ന ആളെ നമ്മൾ അവിടെ എഴുതണം. എന്നാലേ അത് ഫ്യൂച്ചർ ആണോ അല്ലെങ്കിൽ ഫ്യൂച്ചറിന്റെ വേറെ ആരെങ്കിലും ആണോ എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ നമുക്ക് നോക്കാം. സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താ? ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും പ്രഡിക്ഷൻസ് അല്ലെ, അതേപോലെ പ്രോമിസസ്, ഓഫർ, ഡിസിഷൻസ് മെയ്ഡ് നൗ. അതായത് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നു, നാളെ അങ്ങനെ ചെയ്യാം. ഓക്കെ, നാളെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്, അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ? സബ്ജക്റ്റ് പ്ലസ് V1 തന്നെ എഴുതുക. V1 വേറെ ഒരു മാറ്റവും ഇല്ല. V1 തന്നെ എഴുതുന്നു, പ്ലസ് ഒബ്ജക്റ്റ് വരുന്നു. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? വെർബിന്റെ V1 മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഓക്സിലറി വെർബ് സിമ്പിളിലില്ല. കണ്ടിന്യൂസിലോട്ട് പോകുമ്പോ അപ്പുറം വരെ പോയല്ലേ, കണ്ടിന്യൂസിലോട്ട് പോകുമ്പോഴാണ് ആര് വരിക? ഓക്സിലറി വെർബ് വരിക. ഇവിടത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ബീനിന്റെ പകുതി ബി പ്ലസ് വെർബിന്റെ ing. ഇതാണ് നമ്മുടെ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ ആ ഒരു വെർബിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബി പ്ലസ് വെർബിന്റെ ing. ഐ വിൽ ബി കമ്മിങ് ടുമോറോ. നാളെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു സംഭവം, കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ആക്ഷൻ ഇൻ പ്രോഗ്രസ് അറ്റ് എ ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിൽ വരുന്ന ഒരു സംഭവം. പെർഫെക്റ്റ്, ഫ്യൂച്ചറിൽ ചെയ്ത് കഴിയുന്ന സാധനം. നാളെ ഈ സമയത്ത് ഞാൻ ഈ പ്രോജക്റ്റ് എഴുതി തീർക്കും അല്ലെ. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ പെർഫെക്റ്റില് ഹാവ് എന്ന് പറയുന്ന ആള് മാത്രമേ വരുള്ളൂ, ഹാസ് വരില്ല. അപ്പോ ഹാവ് പ്ലസ് V3. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഹാവ് പ്ലസ് V3. ഫ്യൂച്ചറിൽ ഒരു സംഭവം ചെയ്ത് തീരും, ഞാൻ നാളെ ഈ സമയത്ത് പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കും. ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ എ ടൈം ഇൻ ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നമ്മുടെ വീണ്ടും അതേ കഥ. പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഫ്യൂച്ചറിൽ നമ്മൾ വില്ലോർ ഷാൽ എഴുതുന്നു, അതിനുശേഷം പെർഫെക്റ്റിലെ ഹാവിനെ പിടിച്ചങ്ങ് എഴുതുകയാണ്, അതിനുശേഷം അവരുടെ കുട്ടിയെ പിടിച്ച് നടക്ക് കിടത്തുന്നു, പിന്നെ വെർബിന്റെ ing നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ഈ സമയം തൊട്ട് നാളെ വരെ ഞാൻ ഈ അസൈൻമെന്റ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ, ഉറക്കവും ഇല്ല, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, നാളെ കഴിയും. അപ്പൊ ആ ഒരു കണ്ടിന്യൂസ്ലി പോകുന്ന സാധനം ഫ്യൂച്ചറിലെ ഒരു സമയത്ത് കഴിയുന്നതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുക. പ്രസന്റ് മനസ്സിലായി, പാസ്റ്റ് മനസ്സിലായി,
ഫ്യൂച്ചർ മനസ്സിലായി. അപ്പൊ ഈ 3 പേരെയും ഞാനൊന്ന് അടുക്കി വെക്കാം. ഈ 3 പേരെയും ഞാൻ അടുക്കി വെക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സാധനം മനസ്സിലാവും. ഓ, ഇത്രയേ ഉള്ളോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാണിച്ചു തരട്ടെ. ഇതൊന്ന് നോക്കിയോ. ഈ ഒരു ടേബിൾ കണ്ട് പേടിക്കണ്ട. ടേബിൾ കണ്ട് പേടിക്കാനേ പാടില്ല. ഈ സിമ്പിള് മാത്രം ഒന്ന് നോക്കിക്കേ. സിമ്പിള് മാത്രമാണേ. പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എൻ്റെ കയ്യിലുണ്ട്. സിമ്പിള് മാത്രമാണ് ഞാൻ എന്താ എടുക്കുന്നത്. 1, 2, 3 സിമ്പിള് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇവിടത്തെ ഈ സ്ട്രക്ചർ ഒന്ന് നോക്കുക. അപ്പുറം ഇപ്പുറം സബ്ജക്റ്റും ഒബ്ജക്റ്റും കിടക്കുന്നുണ്ട്. വെർബിൽ മാത്രമാണ് മാറ്റം. ഇവിടെ നോക്കിയോ, വെർബിന്റെ V1 SORES ചേർത്ത് എഴുതുന്നു. ഇവിടെ V2 പാസ്റ്റ് V2. ഇനി വിൽ ഓർ ഷാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു, വിൽ ഓർ ഷാൽ അവിടെ എടുത്ത് എഴുതുക. V1 സിമ്പിളിലെ മാത്രം ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. V1 ആണോ V2 ആണോ, വെർബിന്റെ കൂടെ SORES ഉണ്ടോ, അതെവിടെ വരും എന്ന് മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, എക്സാമ്പിൾ നോക്കിയോ. I eat breakfast every day. I eat breakfast every day. എപ്പോഴും ശ്രദ്ധിക്കുക, ഐന്റെയും യുവിന്റെ ഒക്കെ കൂടെ എപ്പോഴും പ്ലൂറൽ വെർബ് വേണം വരാൻ. ഓക്കെ, he eats breakfast every day. They eat breakfast every day എന്ന് നമ്മൾ പറയുന്നു. ഇനി പാസ്റ്റിൽ വരുമ്പോഴോ, I ate breakfast yesterday. He ate breakfast yesterday. They ate breakfast yesterday. ഓക്കെ അല്ലേ? ഫ്യൂച്ചറിലാണെങ്കിലോ, I will eat breakfast tomorrow. He will eat breakfast tomorrow. She will അല്ലെങ്കിൽ they will eat breakfast tomorrow. ആകെ സിമ്പിൾ പ്രസന്റിൽ മാത്രമേ ആ ഒരു സിംഗുലർ വരുമ്പോൾ SORES ചേർത്ത് പറയത്തുള്ളൂ. ഓക്കെ അല്ലേ? പ്ലൂറലില് ആ V1 ഫോം തന്നെ പറയും. അപ്പൊ ഇവിടെ എന്താ, വെർബിൽ മാത്രം വ്യത്യാസം. കണ്ടിന്യൂസിലോട്ട് വന്നേ. നമ്മള് കണ്ടിന്യൂസിലോട്ട് വന്നു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെർബിന്റെ ING, വെർബിന്റെ ING, വെർബിന്റെ ING, പ്രസന്റ് ആവട്ടെ, പാസ്റ്റ് ആവട്ടെ, ഫ്യൂച്ചർ ആവട്ടെ, എല്ലായിടത്തും കണ്ടിന്യൂസിൽ വെർബിന്റെ ING ആണ് യൂസ് ചെയ്യുക. അവിടെ ആരെ നമ്മൾ നോക്കണം? ഓക്സിലറി വെർബ്സിനെ നമ്മൾ നോക്കണം. അപ്പൊ എന്റെ കൂടെ പറഞ്ഞേ, പ്രസന്റിലെ ഓക്സിലറീസ് ഇസ്, ആർ, ആം. പ്രസന്റിലെ ഓക്സിലറീസ് ഇസ്, ആർ, ആം എന്ന് പറയുന്നവരാണ്. I am eating breakfast now. He is eating breakfast now. They are eating breakfast now. ഓക്കെ, ആ ഇസാറാം സിംഗുലർ ലിസ്, പ്ലൂറൽ ആർ, അതിന്റെ കൂടെ ആം നമ്മൾ പറഞ്ഞു. ഇനി പാസ്റ്റിൽ വരുമ്പോഴോ, I was eating breakfast at 8 AM. He was eating. അതേപോലെ they were eating എന്ന് നമ്മൾ പറയുന്നു. ഇനി ഫ്യൂച്ചറിലാണെങ്കിലോ, അവിടെ ആരെയാ, വില്ലിന്റെ കൂടെ ബീനെ ആയിരിക്കും യൂസ് ചെയ്യുക. ബി എന്ന് പറയുന്ന ആള്. I will be eating breakfast at 8 AM. They will be eating breakfast. He will be eating breakfast എന്ന് നമ്മൾ പറയും. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് മനസ്സിലായി? ഓക്സിലറി വേർബുകളെ പഠിച്ചു വെക്കുക. കണ്ടിന്യൂസ് മുതൽ ഓക്സിലറീസ് വന്നു തുടങ്ങുന്നു. ഓക്സിലറി വേർബ്സിനെ നന്നായിട്ട് പഠിച്ചു വെക്കുക. പെർഫെക്റ്റിലോട്ട് പോയപ്പോ എന്ത് സംഭവിച്ചു? ഇവിടെ നോക്കിയോ, വെർബിന്റെ V3, വെർബിന്റെ V3, വെർബിന്റെ V3. അവിടെ ആർക്ക് മാത്രമേ മാറ്റുള്ളൂ? ഓക്സിലറി വേർബിന് മാത്രമേ മാറ്റുള്ളൂ. പെർഫെക്റ്റിനകത്ത് കഴിഞ്ഞ കാര്യത്തെ കുറിച്ചാ സംസാരിക്കുക. ഹാസ് ആണെങ്കിൽ സിംഗുലർ, ഹാവ് ആണെങ്കിൽ പ്ലൂറൽ, ഐന്റെയും യുവിന്റെയും കൂടെ പ്ലൂറൽ യൂസ് ചെയ്യാൻ മറക്കരുത്. I have eaten breakfast. He has eaten breakfast. They have eaten breakfast എന്ന് നമ്മൾ പറയുന്നു. പാസ്റ്റ് ആണെങ്കിലോ, I had eaten breakfast. They had eaten breakfast. അവിടെ എന്താണ്, SORES അങ്ങനെ ഒന്നുമില്ല. ഓക്സിലറിയിൽ മാത്രം മാറ്റം വരുന്നുള്ളൂ. ഓക്കെ, സിംഗുലർ ആവട്ടെ, പ്ലൂറൽ ആവട്ടെ, ഹാഡ് തന്നെ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് ഇവിടെ വരുമ്പോഴോ, will have ആയിരിക്കും യൂസ് ചെയ്യുക. I will have eaten breakfast. They will have eaten breakfast എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതാ ഫ്യൂച്ചറിലോട്ട് വരുമ്പോ, ഫ്യൂച്ചറിലോട്ടല്ല, നമ്മുടെ പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് വരുമ്പോ, എന്താ, പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് വരുന്ന സമയത്ത് നീങ്ങുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് നീങ്ങിക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ എന്താ, ഹാസ് ഓർ ഹാവ്. നമ്മുടെ പെർഫെക്റ്റിലെ ഹാസ് ഓർ ഹാവ് ഇവിടെ എടുത്തു. പെർഫെക്റ്റിന്റെ അയാളെ എടുത്തു. നമ്മുടെ വെർബിന്റെ ING, കണ്ടിന്യൂസിലെ വെർബിന്റെ INGനെ എടുത്തു. എവിടെയും അവർക്കൊരു കുട്ടി ഉണ്ടായി, മിസ്റ്റർ ബീൻ. അത്രേ ഉള്ളൂ. ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിന്റെ ING. I have been eating breakfast. He has been eating breakfast. They have been eating breakfast എന്ന് നമ്മൾ പറയുന്നു. നെക്സ്റ്റ് വൺ നോക്കിയോ, ദാ ഇവിടത്തെ ഹാഡിനെ എടുത്ത് എഴുതി. ഇവിടത്തെ വെർബിന്റെ INGനെ എടുത്ത് എഴുതി. അവർക്കൊരു കുട്ടീനെ കൊടുത്തു.
ബീൻ, നടുക്ക് തന്നെ ഇട്ട് കൊടുക്കണം, ബീൻ. അവിടെ നോക്കിയോ, ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഹി ഹാഡ് ബീൻ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ദേ ഹാഡ് ബീൻ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഇനി ഫ്യൂച്ചറിലാവട്ടെ, ദാ ഇവിടത്തെ ഹാവ്, ഇവിടത്തെ വെർബിന്റെ ING, ഇടയിൽ ഒരു ബീന്. ഐ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ഹി വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ദേ വിൽ ഹാവ് ബീൻ ഈറ്റിംഗ് ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ ഈ ഒരു സെന്റൻസിൽ ഈ ഒരു ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറ് പോലുമില്ല, അങ്ങനെ അത്ര യൂസ് ചെയ്യാറ് പോലും ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവിടെ ആ ഒരു ഓക്സിലറി വേർബിനെ മാത്രം പഠിച്ചാൽ മതി. ഓക്സിലറി വേർബ് പ്രസന്റിലെ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസിലാണെങ്കിൽ ഇസ് ആർ ആം, കണ്ടിന്യൂസിലാണെങ്കിൽ ഇസ് ആർ ആം, പെർഫെക്റ്റിലാണെങ്കിൽ ഹാസ് ഓർ ഹാവ്, പെർഫെക്റ്റിലാണെങ്കിൽ ഹാസ് ഓർ ഹാവ്, പിന്നെ അപ്പുറം പറയേണ്ട ആവശ്യമില്ലല്ലോ, പെർഫെക്റ്റിന്റെ അതേ ആള് തന്നെ. ഇനി പാസ്റ്റിലാണെങ്കിലോ, കണ്ടിന്യൂസിലാണെങ്കിൽ വാസും വേറും, കണ്ടിന്യൂസിലാണെങ്കിൽ വാസും വേറും, പെർഫെക്റ്റിലാണെങ്കിൽ ഹാഡ് ഉള്ള പാസ്റ്റ് പെർഫെക്റ്റ്, അങ്ങനെ പഠിച്ചു വെക്കുക. ഇനി ഫ്യൂച്ചറിലാണെങ്കിലോ ബി വരുന്നുണ്ട് കണ്ടിന്യൂസില്, ഹാവ് വരുന്നുണ്ട് പെർഫെക്റ്റില്. ഓക്കെ, പിന്നെ അവിടെ വരുന്ന വെർബുകൾ ഏതൊക്കെ, സിമ്പിളിലാണെങ്കിൽ പെർഫെക്റ്റ്, പ്രസന്റിലാണെങ്കിലോ വിന്റെ കൂടെ SOR ES ചേർത്ത് എഴുതുന്നു, പാസ്റ്റ് ആണെങ്കിൽ V2 എഴുതുന്നു, ഇവിടെ ഫ്യൂച്ചറിലാണെങ്കിൽ V1 അതേപോലെ എടുത്ത് എഴുതുക. അവിടെ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ആ വെർബ് ഫോം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി കണ്ടിന്യൂസിലാണെങ്കിൽ വെർബിന്റെ ING, പെർഫെക്റ്റിലാണെങ്കിൽ V3, പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ വെർബിന്റെ ING, അങ്ങനെ പഠിച്ചു വെക്കുക. കണ്ടിന്യൂസിലാണെങ്കിൽ എല്ലായിടത്തും വെർബിന്റെ ING, പെർഫെക്റ്റിലാണെങ്കിൽ എല്ലായിടത്തും V3, ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ വെർബിന്റെ ING. ഓക്കെ, ആൻഡ് ഇവർക്കൊരു കുട്ടി ഉണ്ടായിരിക്കും ബീൻ, അങ്ങനെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇത്രയും ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഓക്കെ ഇത് ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നിയെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഒരു തംസപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തരിക, എന്നാലല്ലേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? നിങ്ങൾ റെഡി അല്ലേ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് സെന്റൻസ് എന്നാണ്. ഹി ഗോ ടു സ്കൂൾ എവറി ഡേ കണ്ടപ്പോ മനസ്സിലായി ഒരു ഡെയിലി റുട്ടീനാണ്. അപ്പൊ എന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. എന്തായിരിക്കണം? സിമ്പിൾ പ്രസന്റ് ആയിരിക്കണം. സബ്ജക്റ്റ് നോക്കി ഹീ ആണ്, ചെറുക്കൻ സിംഗിളാ, അപ്പൊ നമ്മൾ എന്ത് എഴുതണം? വെർബിന്റെ കൂടെ SOR ES ചേർത്ത് എഴുതുക. വെർബ് ഏതാ? ഗോയാണ്. ഗോയിന്റെ കൂടെ അവസാനം O വന്നത് കൊണ്ട് നമ്മൾ ES ചേർത്ത് എഴുതുന്നു. അപ്പൊ എവിടെ കിടക്കുന്നു? ഹി ഗോ, ഗോസ്, ഇസ് ഗോ, ഗോയിങ്. അപ്പൊ തന്നെ മനസ്സിലായി എന്ത്? ഹി ഗോസ് ടു ചർച്ച് എവറി ഡേ, ഹി ഗോസ് ടു ചർച്ച് എവറി ഡേ എന്ന് പറയുന്നതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ പഠിക്കാൻ നോക്കുക. കാണാപ്പാഠം പഠിച്ചാൽ ചിലപ്പോൾ അങ്ങ് തെറ്റിപ്പോവും. നമ്മൾ പെട്ടെന്ന് ഗോസ് കണ്ടോടനെ അങ്ങ് ഉത്തരം അങ്ങ് കൊടുക്കും. പക്ഷെ ഈ ഒരു റൂൾ അനുസരിച്ച് നമുക്കിങ്ങനെ ചെയ്യുന്ന സമയത്ത് കൊള്ളാം, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന സമയത്ത് നമുക്കങ്ങ് കിട്ടും. രണ്ടാമത്തെ നോക്കിയോ, when I reached the station the train dash. ഇവിടെ എന്താ? when I reached the station, അവിടെ ഒരു പാസ്റ്റ് ആക്ഷൻ ആണ് കാണിക്കുന്നത് അല്ലെ? അവിടെ ഒരു പാസ്റ്റ് ആക്ഷൻ ആണ് കാണിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ പാസ്റ്റിന്റെയും പാസ്റ്റ് ദാ ഇവിടെ വരുന്നുണ്ട്. ട്രെയിന് പോയി, പാസ്റ്റിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റിന്റെയും പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ എന്താ? ഹാഡ് ഉള്ള പാസ്റ്റ്, ഹാഡ് പ്ലസ് V3, ഹാഡ് എവിടെ കിടക്കുന്നു? സിയിൽ കിടക്കുന്നു. V3 ആണോ? ലീവിന്റെ V3 ലെഫ്റ്റ് തന്നെയാണ്. ഹാഡ് ലെഫ്റ്റ് വരുന്നു. എന്ത് വരുന്നു? ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, വെൻ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയോ, ഷീ ഡാഷ് ഇൻ ദിസ് ഓഫീസ് സിൻസ് 2018. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ് ഈ സിൻസും ഫോറും വരുന്നത്. ഓക്കെ, അപ്പൊ സിൻസും ഫോറും ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത ഒരു സെഷന്. അപ്പൊ ഇന്ന് ഇത് നോക്കിയോ, ഇവിടെ സിൻസ് എന്ന് പറഞ്ഞു വരുമ്പോൾ എപ്പോഴും ആലോചിക്കുക ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനെയാണ്. ഓക്കെ, അന്ന് മുതലേ വർക്ക് ചെയ്തുകൊണ്ട് വരികയാണ്. ആ ഒരു പോയിന്റ് മുതൽ സിൻസ് 1984 ആ സമയം മുതൽ ഇന്ന് വരെ ഉണ്ട്. അപ്പൊ എന്താ? ആ സമയം മുതൽ ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നു പോവാണ് ഇന്നും. അപ്പൊ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കുക. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് എന്താ സ്ട്രക്ചർ വരിക? ഹാസ് അല്ലെങ്കിൽ ഹാവ് എഴുതുന്നു, പ്ലസ് ആ കൊച്ചുചെറുക്കനെ പിടിച്ച് നടുക്ക് കിടത്തുന്നു, എന്നിട്ട് വെർബിന്റെ ING അല്ലേ? അപ്പൊ ഇത് എവിടെ കിടക്കുന്നു? സി എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടക്കുന്നു. നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതാ ഹാസ് ബീൻ,
working. She has been working in this office since 2018. ഇപ്പോഴും അവിടുത്തെ സക്സസ്ഫുൾ എംപ്ലോയി ആയിട്ട് പുള്ളിക്കാരി പോവാണ് അല്ലേ. കാര്യം ഇവിടെ ദേ ആണെങ്കിൽ ഹാവ് വന്നേനെ, പ്ലൂറൽ ആണെങ്കിൽ ഹാവ് വന്നേനെ. ആ പെൺകൊച്ചു സിംഗിൾ ആയതുകൊണ്ട് ഹാസ് വന്നു. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കിയോ, 4ാമത്തെ ചോദ്യം. ബൈ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം, ഫ്യൂച്ചർ. ബൈ നെക്സ്റ്റ് മന്ത് ദേ ഡാഷ് ദി പ്രൊജക്ട്. അടുത്ത മാസം ആകുമ്പോൾ അവർ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പൊ അടുത്ത മാസം ഫ്യൂച്ചർ കിട്ടി, അവര് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറയാണ്. അപ്പൊ പെർഫെക്റ്റ് അല്ലേ, പെർഫെക്റ്റ് ടെൻസ് അല്ലേ ആ കംപ്ലീറ്റ് ചെയ്യുന്നത് പറയുന്നത്. അപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റിന് എന്താ, വിൽ ഓർ ഷാൽ എഴുതുന്നു, പ്ലസ് ഹാവ് എഴുതുന്നു, പ്ലസ് V3. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ അല്ലേ. അതെവിടെ കിടക്കുന്നു, വിൽ കംപ്ലീറ്റ് കിടക്കുന്നു, വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഇപ്പൊ പറഞ്ഞ സ്ട്രക്ചർ എവിടെ കിടക്കുന്നു, നമ്മുടെ ഡിയിൽ കിടക്കുന്നു, വിൽ ഹാവ് കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പൊ എന്താണ്, ബൈ നെക്സ്റ്റ് മന്ത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഫ്യൂച്ചർ ആണെന്ന്, കഴിയുന്ന കാര്യമാണെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലായി പെർഫെക്റ്റ് ആണെന്ന്. അപ്പൊ നെക്സ്റ്റ് ചോദ്യം നോക്കിയോ, ഹി യൂഷ്വലി ഡാഷ് ടീ ഇൻ ദ മോർണിംഗ്. ഇവിടെ എന്താ, എല്ലാ ദിവസവും ഒരു ഹാബിച്വൽ ആക്ഷൻ പറയാണ്. ഒരു ഹാബിച്വൽ ആക്ഷൻ പറയുന്ന സമയത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു ആര് വരും, സിമ്പിൾ പ്രസന്റ് വരും, സിമ്പിൾ പ്രസന്റ്. അപ്പൊ എന്താ വരിക, ഹി സിംഗിൾ ആയതുകൊണ്ട് വെർബിന്റെ കൂടെ ഒരു എസ് അല്ലെങ്കിൽ ES ചേർത്ത് എഴുതാം. ഡ്രിങ്ക് അല്ലേ, അപ്പൊ എസ് മാത്രം മതി. അപ്പൊ എന്ത് വരും നമ്മുടെ ആൻസർ, ഹി യൂഷ്വലി ഡ്രിങ്ക്സ് ടീ ഇൻ ദ മോർണിംഗ്. അതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയാം. അപ്പൊ ഇനി അടുത്തൊരു ചോദ്യം, അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ഉത്തരം നൽകാനുള്ള ചോദ്യമാണ്. 6ാമത്തെ ചോദ്യം. ദേ ഡാഷ് ഫുട്ബോൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. ദേ ഡാഷ് ഫുട്ബോൾ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. ഞാൻ നേരത്തെ റെയിനിങ് എന്ന് പറഞ്ഞല്ലേ, തെറ്റിപ്പോയി. അപ്പൊ എന്താ, ഇവിടെ ഏത് വരും, ഇവിടെ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആക്ഷൻ നടക്കുന്ന സമയത്ത് വേറൊരു സംഭവം. വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, അവർ ഫുട്ബോൾ കളിക്കുക. ഓക്കെ, അപ്പൊ അവിടെ ഏത് ടെൻസ് വരും എന്ന് ഞാൻ ജസ്റ്റ് ഒരു ഹിന്റ് തരാം. മനസ്സിലാകാത്തവർക്ക് ജസ്റ്റ് ഒരു ഹിന്റ് തരാം. മനസ്സിലായവരാണെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് പോയി കമന്റ് ചെയ്തിട്ട് വരൂ. അപ്പൊ എന്താണ്, ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ട് A ആണോ, B ആണോ, C ആണോ, D ആണോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഓരോ ടെൻസിനകത്ത് പോകുമ്പോൾ അതെങ്ങനെ ഉണ്ടാകും, അതെങ്ങനെ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത സെഷനിൽ ഞാൻ പറയാം. അതേപോലെ മാക്സിമം PYQs നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു പോകും. അപ്പൊ ഇതിന്റെ കൂടെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ LDC അൾട്രാ ബാച്ച് 20ാം തീയതി തുടങ്ങിയിരുന്നു, വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇനിയും അവസരമുണ്ട്. ഇനിയും LDC നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പോ തന്നെ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. ഇവിടെ ഫുൾ ലൈവ് ക്ലാസ്സസ് വരാം. ഈ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ എന്താ, റെക്കോർഡഡ് ഇല്ലേ ലൈവിന്റെ. അതുമാത്രവുമല്ല, നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന PDF നോട്ട്സും ആൻഡ് ഓരോന്നിന്റെയും ടോപ്പിക് വൈസ് ടെസ്റ്റ് ആവട്ടെ, അതേപോലെ തന്നെ SCRT ആൻഡ് ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് ടെസ്റ്റ് പാക്കുകൾ ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ബോറടിക്കും, നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുമെന്നൊക്കെ ഭയങ്കര ഡൗട്ടൊക്കെ തോന്നും. ആ ഒരു സാഹചര്യത്തിലും നിങ്ങളെ ഒന്ന് കൈപിടിക്കാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള മെന്റർഷിപ്പ് സെഷൻസും ഉണ്ട്. അപ്പം ഈ ഒരു LDC ബാച്ചിൽ, LDC അൾട്രാ 2027 എന്ന് പറയുന്ന ഈ ഒരു ബാച്ച് ഇന്നും നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. ഇപ്പോഴും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. സോ അഡ്മിഷൻ ഇന്ന് തന്നെ എടുത്തോ. ഇതുപോലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള, അടിപൊളിയായിട്ടുള്ള, സൂപ്പർ ആയിട്ടുള്ള ക്ലാസ്സസ് എല്ലാം അവിടെ ഉണ്ട്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു സോ മച്ച്.